മോഹൻലാലിന്റെ പ്രതികരണം ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചാണ് വാർത്തയുടെ ഈ നിമിഷത്തിൽ പ്രതികരണങ്ങൾ ക്ഷമിക്കണം അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ടിൻറ്റു ആയിരുന്നു ഇത്രയും നേരം വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നിഖിൽ കൂടി ചേരുന്നുണ്ട്. നിഖിൽ, അമ്മ ഒരു വെൽഫെയർ സംഘടനയാണ്, ഒരു തൊഴിലാളി സംഘടന എന്നുള്ളതിനപ്പുറത്തേക്ക് അമ്മയെ ആശ്രയിച്ച് അതൊരു വലിയ കുടുംബമാണ്. കുടുംബാംഗങ്ങൾ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവാദങ്ങൾ അത് തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചുറ്റിപ്പറ്റിയുള്ളതാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് വിഷയമെല്ലാം കോടതിയുടെ പരിഗണനയിലാണ്. അതിൽ കൂടുതൽ പ്രതികരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവാദങ്ങൾ മലയാള സിനിമാ മേഖലയെ അല്ലെങ്കിൽ ആ ഒരു വ്യവസായത്തെ തകർക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം. എല്ലാവരും അതിനോട് സഹകരിക്കണമെന്ന് മോഹൻലാൽ പറയുകയുണ്ടായി. തീർച്ചയായും ലക്ഷ്മി, അതായത് 20 മിനിറ്റോളം നീണ്ടുനിന്ന ഒരു മോഹൻലാലിൻ്റെ ഒരു പ്രതികരണമാണ് നമുക്ക് ലഭ്യമായത്. അതായത് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ KCLൻ്റെ ആ ഒരു ലോഞ്ച് ഇവന്റിനോട് സംബന്ധിച്ച ഇവന്റിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു. നമ്മളൊക്കെ മോഹൻലാൽ എന്ത് പറയും എന്ന് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ 2 മണിയോടുകൂടി മോഹൻലാൽ മാധ്യമങ്ങളെ കാണാനെത്തി. ആ 2 മണി മുതൽ 20 മിനിറ്റോളം നീണ്ടു നിന്ന ഒരു പ്രതികരണം മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. നമ്മളൊക്കെ പ്രതീക്ഷിച്ചു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികരണം തന്നെ. അതായത് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് താൻ ഒളിച്ചോടിയിട്ടില്ല എന്ന് പറഞ്ഞാണ് മോഹൻലാൽ തൻ്റെ ആ ഒരു മാധ്യമങ്ങളെ കണ്ട തൻ്റെ സംസാരം ആരംഭിക്കുന്നത്. താൻ ഒളിച്ചോടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തകൾ വന്നു, അല്ലെങ്കിൽ പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നു മോഹൻലാൽ ഒളിച്ചോടി എന്ന തരത്തിൽ. പക്ഷേ ഒളിച്ചോടിയതല്ല, താൻ തൻ്റെ സിനിമയുമായി, തൻ്റെ സ്വന്തം സിനിമയായ ബാറോസിൻ്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട യാത്രയിലായിരുന്നു. ഒപ്പം തന്നെ തൻ്റെ ഭാര്യയ്ക്ക് ഒരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട കുറച്ച് യാത്രകളുണ്ടായിരുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഗുജറാത്തിലും ചെന്നൈയിലും അടക്കമായിരുന്നു താൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പ്രതികരിക്കാൻ താമസിച്ചത് എന്ന് മോഹൻലാൽ കൃത്യമായി പറയുന്നു. അല്ലാതെ താൻ ഒളിച്ചോടിയിട്ടില്ല എന്ന് മോഹൻലാൽ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമയിലും സംഭവിക്കുന്നത് എന്ന് മോഹൻലാൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ശേഷം അദ്ദേഹം പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം, അതായത് ഇത്തരം കാര്യങ്ങളെ ഒരിക്കലും താൻ പിന്തുണയ്ക്കില്ല എന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. അതായത് സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ തരത്തിലുള്ള കാര്യങ്ങളെ ഒന്നും താൻ പിന്തുണയ്ക്കുന്നില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഇത് ഒരു തുടക്കം മാത്രമാണ്. അതായത് സിനിമയിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി സിനിമയിലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെയായി ബന്ധപ്പെട്ട ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അതുപോലെ തന്നെ ഒരു കമ്മിറ്റി എല്ലാ മേഖലയിലെ കാര്യങ്ങൾ പഠിക്കാനും ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളടക്കം പരിശോധിക്കുന്നതിന് വേണ്ടി എല്ലാ മേഖലകളിലും കമ്മിറ്റികൾ രൂപീകരിക്കണം. സിനിമാ മേഖലയിലെ ഈ ഒരു കമ്മിറ്റി, അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ നടക്കുന്ന സംഭവങ്ങൾ തുടക്കം മാത്രമാകട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, അതായത് രാജി അമ്മയുടെ അംഗങ്ങൾ, മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഭരണസമിതി ഒന്നടങ്കം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ രാജി നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷമാണ് തങ്ങൾ എടുത്തത് എന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ സംഭവിച്ച സമയത്ത്, അല്ലെങ്കിൽ അംഗങ്ങൾക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച, അല്ലെങ്കിൽ ഉയർന്ന ഭരണസമിതിയിലുള്ളവർക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തങ്ങൾ കൂട്ടായി എടുത്തൊരു തീരുമാനമാണ്. എല്ലാവരും ചേർന്ന് സൂമിൽ മീറ്റിംഗ് വിളിച്ചിരുന്നു. അത് റെക്കോർഡഡാണ്. ആ ഒരു മീറ്റിംഗ് റെക്കോർഡഡാണ്. ഈ ഒരു ഭരണസമിതിയിലുള്ള ആളുകളെല്ലാം ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് കൂട്ടായി എടുത്തൊരു തീരുമാനമാണ് ആ ഒരു ഭരണസമിതി ഒന്നടങ്കം രാജിവെക്കുക എന്നുള്ളത്. ഒപ്പം ഈ ഭരണസമിതി ഒന്നടങ്കം എടുത്ത തീരുമാനത്തിനൊപ്പം തന്നെ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷമാണ് ഈ ഒരു നിയമ വിദഗ്ധരോടക്കം കൂടി ആലോചിച്ച ശേഷമാണ് ഭരണസമിതി ഒന്നാകെ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. പിന്നീട് മോഹൻലാൽ പറഞ്ഞ മറ്റൊരു കാര്യം ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നതിനെ പറ്റിയാണ്. അതായത് ഉടനെ തന്നെ അമ്മയുടെ ജനറൽ ബോഡി വിളിച്ച് ചേർക്കുന്നുണ്ട്. ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് അടക്കം ആർക്ക് വേണമെങ്കിലും ഈ ഒരു ജനറൽ ബോഡിയിൽ വരാം, പങ്കെടുക്കാം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ഇത് തോൽവിയുടെ കാര്യമല്ല, ഇത് തോൽവിയോ ഒളിച്ചോട്ടമോ ഒന്നുമല്ല. ഇപ്പോൾ സംഭവിച്ച ഈ രാജി തങ്ങളുടെ തോൽവിയോ ഒളിച്ചോട്ടമോ ഒന്നുമല്ല. ഈ അമ്മയിലെ വരാനിരിക്കുന്ന ഇപ്പോൾ ഭരണസമിതി മാറി ഇനി പുതിയ ഭരണസമിതി വരാനിരിക്കെ ആർക്ക് വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം, മത്സരിക്കാം. അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ജനറൽ ബോഡിയിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ഇത് അമ്മ സംഘടനയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, മലയാള സിനിമയെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയിൽ ഉണ്ടായ പ്രശ്നമല്ല, അല്ലെങ്കിൽ ഇതിന് മറുപടി പറയേണ്ടത് അമ്മയിലെ താരങ്ങൾ, അല്ലെ അമ്മയുടെ ഭാരവാഹികൾ മാത്രമല്ല. ഇതിന് മറുപടി മലയാള സിനിമ ഒന്നടങ്കം പറയേണ്ടതുണ്ട്. കാരണം ഇത്രത്തോളം ആളുകളുള്ള വലിയൊരു സംഘടനയാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മ ഒരു വെൽഫെയർ സംഘടനയാണ്, അതൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. ഇതിലെ അംഗങ്ങൾക്ക്, അതായത് മലയാള സിനിമയിലുള്ള അംഗങ്ങൾക്ക് സംരക്ഷണം നൽകുക, അവർക്ക് അവരുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു
വെൽഫെയർ ചാരിറ്റി സംഘടന മോഡൽ രൂപീകരിച്ചൊരു സംഘടനയാണ് അമ്മ. അതുകൊണ്ട് തന്നെ അമ്മ മാത്രമല്ല, ഇപ്പോഴുണ്ടായ സംഭവവികാസങ്ങളിൽ മലയാള സിനിമ ഒന്നടങ്കം മറുപടി പറയണം. അല്ലെങ്കിൽ അമ്മ മാത്രമല്ല, അല്ലെങ്കിൽ അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ താൻ മാത്രമല്ല മറുപടി പറയേണ്ടത്, മലയാള സിനിമ ഒന്നടങ്കം മറുപടി പറയണം എന്ന് മോഹൻലാൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഇപ്പോൾ നടന്ന സംഭവവികാസങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം, കുറ്റം ചെയ്തവർ ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. അതായത് മുൻപ് പല ആരോപണങ്ങൾ ഉന്നയിച്ചു പോയിട്ടുണ്ട്, അതൊന്നും തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണയും അത് ഈ ഒരു ആരോപണങ്ങൾ മാത്രമല്ല, ആ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. കാരണം കുറ്റം ചെയ്തവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പോലീസാണ്, മാത്രമല്ല കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയവുമാണ്. അങ്ങനെ തന്നെയാണ് മോഹൻലാൽ പറഞ്ഞത്.